ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫേസിൻ്റെ ഏകദേശം പകുതിയോളം ഭാഗം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ പാർട്ടിലും, അതായത് കഴിഞ്ഞ വിജയ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പകുതിയോളം ഭാഗം ചെയ്യുന്ന നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നെയായിരിക്കും. ഞാൻ ഏത് പെൻസിലാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഓരോരുത്തർ. അപ്പോൾ ഞാൻ ആർട്ട്ലൈൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെല്ലാ ഡ്രോയിങ്ങും ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു കൃഷ്ണമണിയുടെ ഭാഗമാണ് വരയ്ക്കുന്നത്. അപ്പം നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡാർക്ക്നെസ് കൂടിയ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റായിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോ വിളിക്കുന്നത് ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം 4B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഭാഗം വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു ഡോട്ട് പോലെ വെളുത്ത് വരുന്നുണ്ട് ആ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ അകത്ത്. അപ്പോൾ അത് ആ ലൈറ്റിങ് ചെറിയ ഏരിയാസാണ്. അപ്പം ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി അതിന് ചുറ്റുമുള്ള ഭാഗം നിങ്ങൾ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. ഈ ഒരു ഫോട്ടോയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ലൈറ്റിങ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് ഈ ഒരു ഫോട്ടോ ലൈറ്റ് അടിക്കുന്നത് നേരെ മുകളിൽ നിന്നാണ് ഇതിൻ്റെ ലൈറ്റിങ് വരുന്നത്. അപ്പം അതിൻ്റെതനുസരിച്ചാണ് ഇതിൻ്റെ ഷാഡോസ് വന്നിരിക്കുന്നത്. ആ ഒരു മൂക്കിൻ്റെ അറ്റത്തും അതുപോലെ കവളിൻ്റെ ഒരു സൈഡിൽ കുറച്ച്, അതുപോലെ ഒരു സൈഡിൽ കുറച്ച് കൂടുതലായിട്ട് ലൈറ്റിംഗ് ഉണ്ട്, ലൈറ്റിംഗ് ഏരിയാസ് വരുന്നുണ്ട്. അതുപോലെ മീശ, താടി ആ ഒരു ഭാഗത്തൊക്കെ വരുന്നുണ്ട്. അപ്പം കണ്ണിൻ്റെ താഴ്ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഷാഡോസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് ആ ഒരു നിഴൽ വരുന്നതാണ്, ഷാഡോസ് വരുന്നതാണ്. അപ്പം അത് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടി മനസ്സിലാക്കി ചെയ്യണം. എങ്കിലേ നമുക്ക് ആ ഒരു ഫോട്ടോ അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഷെയ്ഡ് ചെയ്യുമ്പം എപ്പോഴും ലൈറ്റായിട്ടുള്ള ഷെയ്ഡിൽ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറയുന്നതാണ് നിങ്ങളോട്. അപ്പം ലൈറ്റായിട്ടുള്ള ഷെയ്ഡിൽ നിന്ന് വേണം തുടങ്ങിയിട്ട് നമുക്ക് പിന്നീട് ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ ലെയറായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് ഓരോ ലെയറായിട്ട് ചെയ്യുക. ആദ്യം ഒരു ലെയർ ചെയ്യുക, എന്നിട്ട് ആ ഒരു ഷെയ്ഡിങ് മതിയായില്ല എന്ന് തോന്നിയെങ്കിൽ നമ്മൾ ആ ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് ആ ഷെയ്ഡിങ് അവിടെ വന്നിട്ടില്ല എന്ന് തോന്നിയെങ്കിൽ വീണ്ടും ഒരു ലെയർ ചെയ്യുക. ആ രീതിയിൽ പോയാൽ മതി. ആദ്യം തന്നെ ഒരുപാട് പെൻസിൽ അമർത്തി പിടിച്ച് ഷെയ്ഡ് ചെയ്യേണ്ട. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് മായ്ക്കാൻ ബുദ്ധിമുട്ടാകും. അത് തന്നെ അല്ല, നമുക്ക് ലൈറ്റ് ഷെയ്ഡ് വേണ്ടിടത്ത് നമുക്ക് ലൈറ്റ് ഷെയ്ഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യുക. ഒരു ഡ്രോയിങ് നല്ല റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുക എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഷെയ്ഡിങ് എത്രത്തോളം അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു ഡ്രോയിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. അതുപോലെ നല്ല സമയത്ത് തന്നെ ഷെയ്ഡ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഡാർക്ക് ഷെയ്ഡൊന്നും ആദ്യം കൊടുക്കല്. പിന്നെ ഷെയ്ഡ് ചെയ്യാണ്ട്, അതായത് ഷെയ്ഡ് ചെയ്ത് മാത്രമല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് കൂടി ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പേപ്പർ സ്റ്റമ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ആ രീതിയിൽ ഷെയ്ഡ് ചെയ്യുന്നതനുസരിച്ച് ബ്ലെൻഡ് കൂടി ചെയ്ത് പോവുക. പിന്നെ നമ്മുടെ ചാനലിലേക്ക് എല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് കയറി നോക്കാവുന്നതാണ്. നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ആയിട്ട് എങ്ങനെ ഫേസ് വരയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പം അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് വരച്ച് നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കളർ പെൻസിൽ ഡ്രോയിങ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താം ഈ ഒരു ചാനലിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക.
അപ്പോൾ നമുക്കിനി താടിയിൽ കുറച്ച് ഭാഗങ്ങൾ വരച്ചിട്ട് ഈ ഒരു പാർട്ട് കൂടെ നിർത്താം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനി ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. ഇനി ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഒന്ന് വരച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വലിയ താമസിക്കാതെ നമുക്കിതിൻ്റെ പാർട്ട് 4 ചെയ്യാം. അപ്പം ഇതൊന്ന് കണ്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് വരച്ച് നോക്കുക.